ഞാൻ പിടിച്ചോളാ. ചിലപ്പോ എന്തേലൊക്കെ മാറ്റം തോന്നിയാലേ. പാട്ടുകളാണ് തോന്നുന്നു ഇപ്പൊ പ്രണയിക്കുന്നത്. രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇടാൻ പോണത്. കണ്ടിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ഇന്ന് എന്താ പണിയില്ലാണ്ടിരുന്ന്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കണ്ണേട്ടനെ ഇപ്പൊ കുറച്ച് ദിവസമായി ഇങ്ങനെ കിട്ടിയിട്ട്. അപ്പൊ എന്തായിരുന്നു, കണ്ണേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. ഇന്ന് എന്താ പണിയില്ലാണ്ടിരുന്ന്. ഇന്ന് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ ചെറുതായിട്ടൊരു പണി തന്നു. രാവിലെ വർക്കിന് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ബാറ്ററിയുടെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ആളെ കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വൈകുന്നേരം കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ ലീവ്. അപ്പൊ അത് കാരണം നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാൻ പറ്റി കണ്ണേട്ടനെ വെച്ചിട്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടുപിടിച്ചൊരു വീഡിയോ ആണ്. കൂടുതലും ഇത് ചലഞ്ച് ആണോ വെച്ചാ കണ്ടുപിടിച്ച ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല, പക്ഷെ കുറെ പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്താ വീഡിയോ ചലഞ്ചിങ് വീഡിയോ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അത് എന്ത് വീഡിയോ ആണ്, എന്താ സംഭവം ഒന്നും എനിക്ക് അറിയില്ല. ഒരു ബുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെന്തെങ്കിലും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അല്ല ബുക്ക് നോക്കരുത് എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലാണ് ഉള്ളത്. അപ്പൊ അത് കാരണം ഞാൻ നോക്കരുത് പറഞ്ഞു. ഞാൻ ചലഞ്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടോട് കൂടുതൽ പറയലില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്താലോ വിചാരിച്ചിട്ട് പറയലില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ തന്നെയാണ്. കണ്ടിട്ട് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. അപ്പോ നമുക്ക് എന്നാ വീഡിയോയ്ക്ക് കടക്കാം. ആദ്യം തന്നെ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അല്ല കണ്ണേട്ടനും അറിയില്ലല്ലോ. അത് കാരണം ഞാൻ കണ്ണേട്ടനെ നോക്കിയത്. ആദ്യം തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ കണ്ണേട്ടന്റെ ഫോണാണ് എനിക്ക് വേണ്ടത്. ഫോണ് ഇന്റെ ഫോണ് ഇത് ഓണാക്കിയൊക്കെ. കണ്ണേട്ടന്റെ ഫോണൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിലൊന്ന് മാറ്റാനോ തിരിക്കാനുള്ള അവസരങ്ങൾ ഞാൻ പിടിച്ചോളാ. ചിലപ്പോ എന്തേലൊക്കെ മാറ്റം തോന്നിയാലേ. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പൊ കണ്ണേട്ടന്റെ ഫോണ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. 6 മാസമായിട്ട് കണ്ണേട്ടൻ ഉപയോഗിക്കുന്ന ഫോണാണ്. 6 മാസം കൊണ്ട് നമ്മൾ ഇതിന്റെ ബാക്കൊക്കെ പൊട്ടിച്ചുല്ലോ. ആര് പൊട്ടിച്ചു? നമ്മളല്ല, കണ്ണേട്ടൻ. ഇതിലൊക്കെ പൊട്ടലുണ്ട്. ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല. ബാക്ക് ഗ്ലാസ് ആണ് കംപ്ലീറ്റ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഇരുന്ന് രാത്രികളിൽ കാണുക, ഉറക്കം തൂങ്ങുക, കയ്യിൽ നിന്ന് വീഴുക. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് പൊട്ടിയിട്ടുള്ളത്. മൈക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് അല്ല, കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അത് പൊട്ടിയിട്ടുള്ളത്. താഴെ വീഴുക, ഫോണില് കളി, ഉറങ്ങുമ്പോ ഒറ്റ പ്രാവശ്യത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നു മാത്രം. അപ്പൊ നമ്മളിപ്പോ അതൊന്നല്ല ഇവിടെ പറയണത്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇടാൻ പോണത്. അതാണ് ഇന്നത്തെ ചലഞ്ച്. ഞാന് അതിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേഴ്സണലായിട്ട് അങ്ങനെ നമ്മൾ ഫോൺ വെക്കലില്ല. കണ്ണേട്ടന്റെ ഫോണ് ഞാനായാലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കണ്ണേട്ടന്റെ അങ്ങനെ കിട്ടില്ല. കാരണം കണ്ണേട്ടൻ പണി മാറ്റി വരുമ്പോഴെന്നെ ചാർജൊക്കെ കുറവായിട്ടാവും കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പൊ പിന്നെ കണ്ണേട്ടൻ കുത്തിയിട്ടുണ്ടാവും, ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ കണ്ടിട്ട് എന്റെ ഫോൺ യൂസ് ചെയ്യും. അങ്ങനെയാണ് പോവല്ലേ. അപ്പൊ കണ്ണേട്ടന്റെ ഫോൺ ഞാൻ നോക്കലുണ്ടോ അല്ലെങ്കിൽ എടുക്കലുണ്ടോ യൂസ് ചെയ്യലുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇപ്പൊ സൺഡേ ഒക്കെ ഉള്ള സമയത്ത് ഇപ്പൊ എന്റെ ഫോണിൽ ചാർജ് ഇല്ലെച്ചെങ്കിൽ ഞാൻ അതിൽ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ അങ്ങനെയൊക്കെ എടുക്കും, യൂസ് ചെയ്യലുണ്ട്. അതിപ്പോ കണ്ണേട്ടനായാലും എന്റെ ഫോൺ യൂസ് ചെയ്യലുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പ്. അപ്പൊ എനിക്കറിയാത്ത എനിക്കും കണ്ടെത്താലോ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളും ഒപ്പം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ലാസ്റ്റ് FB ചാറ്റ്, ഫേസ്ബുക്ക് ചാറ്റ്. പണക്കറിയാത്ത കാര്യം അല്ല, ഞാൻ FB ഒന്നും കണ്ണേട്ടൻ്റെ അടുത്ത് നോക്കലില്ല കേട്ടോ. ഇല്ലില്ല, ഞാൻ യൂട്യൂബ് മാത്രം. യൂട്യൂബില് വീഡിയോസ് തന്നെ ഞാൻ കാണലുള്ളൂ കൂടുതല്. FB ഞാൻ അങ്ങനെ എടുത്തിട്ട് നോക്കലില്ല. ലാസ്റ്റ് ചാറ്റ് ഹബിജുൽ പറഞ്ഞ എന്റെ കൂടെ വർക്കിന് പണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഒരു കൽക്കട്ടയിലുള്ള ഒരാളാണ് കേട്ടോ, ഹബിജുൽ പറഞ്ഞിട്ട്. ലാസ്റ്റ് ചാറ്റ് അവന് എപ്പോഴാ കഴിഞ്ഞ ആഴ്ച മെസ്സേജ് അയച്ചതാണ് അവന്. ലാസ്റ്റ് കാണിക്കുക ഒരു വോയിസ് ആണ് അയച്ചത്. ആ വോയിസ് നമുക്ക് കേൾക്കാട്ടോ. വോയിസ് കേൾപ്പിക്കണോ? വോയിസ് കേൾക്കണം. ലാസ്റ്റ് ചാറ്റ് ആരായിട്ടാണ്? വോയിസ് ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. കേട്ടോക്കാം. ജൂലൈ 8 കേട്ടുള്ള വോയിസ് ജൂലൈ 8 അയച്ചിട്ടുള്ളത് കണ്ണേട്ടൻ. അപ്പോ കൽക്കട്ടയിലത്തെ ഒരു ആളാണ് കേട്ടോ. അപ്പൊ അതാണ് ഹിന്ദിയിൽ അയച്ചേക്കണത്.
അപ്പോൾ എൻ്റെ ഹിന്ദി എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പോ അതാണ് ലാസ്റ്റ് ചാറ്റ്. യൂട്യൂബില് ലാസ്റ്റ് കണ്ട വീഡിയോ. യൂട്യൂബിൽ ലാസ്റ്റ് കണ്ട വീഡിയോ പറയണത് ചിലപ്പോൾ ഞാൻ മാത്രമല്ലേ കണ്ടത്. ചിലപ്പോൾ ധ്യാനോട്ട് എടുക്കാറുണ്ട് ഫോണ്. ചിലപ്പോൾ നീ എടുത്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ധ്യാനോട്ട് എടുക്കാറുണ്ട് ഫോൺ. അപ്പോൾ അവൻ ചിലപ്പോൾ ഷോർട്സ് കണ്ടിട്ട് അവൻ കണ്ടതായിരിക്കും, ഞാൻ കണ്ടത് തന്നെ ആവണമെന്നില്ല. ഞാൻ എടുത്ത് നോക്കട്ടെ. നമുക്കൊന്ന് മേലേക്ക് നോക്കി നോക്കാം. ഷോർട്സ് അല്ലാണ്ട് ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത്. അഴകിയ ലൈല എന്നൊരു പാട്ടാണ് കണ്ടിട്ടുള്ളത്. അഴകിയ ലൈല എന്നുള്ള പാട്ട് രമ്പൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ചോദിച്ചാൽ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ യൂട്യൂബില് പാട്ട് വെക്കില്ല, യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് പാട്ട് വെക്കും. അപ്പോൾ വെച്ചതാണെന്നൊരു സംശയമുണ്ട്, അതോ ഇവ എടുത്ത് നോക്കിയതാണെന്നൊരു സംശയമുണ്ട്. ഞാൻ വെക്കാറുണ്ട് കേട്ടോ, ഈ അഴകിയ ലൈല എന്നുള്ള പാട്ടൊക്കെ ഞാൻ വെക്കാറുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ. അപ്പൊ കണ്ടിട്ട് അവസാനമായിട്ട് കണ്ടിട്ടുള്ളത് അഴകിയ ലൈല ഒരു പാട്ടാണ്. സിനിമ നടി രമ്പൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. കുഞ്ഞത് കണ്ടിട്ടൊരു പേടി പേടിച്ചു. അപ്പൊ അടുത്തത് ഞാൻ ചോദിക്കണത് എന്താണെന്നറിയോ? കണ്ട അതും എടുക്കല്ലേ എന്റെ ക്വസ്റ്റ്യൻ കളയണ്ട. നോ, ഞാൻ അടുത്തത് യൂട്യൂബായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, യൂട്യൂബിലെ ലാസ്റ്റ് സെർച്ച് ചെയ്തിട്ടുള്ള എന്താണ്? യൂട്യൂബ് സെർച്ച് ഒന്ന് എടുത്തു. യൂട്യൂബ് സെർച്ച് ഓട്ടോ വീഡിയോ. അത് ശരിക്കും ധ്യാനുന്റെ കേട്ടാ. ധ്യാനുന്റെ ഓട്ടോ വീഡിയോ ആണ് സെർച്ച് ചെയ്തിട്ടുള്ളത്. അതായത് കിഡ്സ് വീഡിയോ ഉണ്ട്. ഓട്ടോഷയുടെ ചെറിയ ഓട്ടോഷയുടെ വീഡിയോസ് അങ്ങനെ ഇരുന്ന് കാണാറുണ്ട്. ഓട്ടോ വീഡിയോ ആണ് സെർച്ച് ചെയ്തിരുന്നത്. ഞാൻ ലാസ്റ്റ് സെർച്ച് ചെയ്തത് എന്റെ ലാസ്റ്റ് ഉള്ളത് മലയാളം സോങ്സ്. പിന്നെ അതിന്റെ താഴെ മലയാളം ആൽബം സോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വണ്ടിയിൽ പോകുമ്പോ ഞാൻ പാട്ട് വെക്കാറുണ്ട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ സെർച്ച് ചെയ്യണതാണ് ഈ മലയാളം സോങ്സ്, മലയാളം ഹിറ്റ് സോങ്സ്, മലയാളം ആൽബം സോങ്സ്. പിന്നെ ആൽബം സോങ്സ് മലയാളം മനസ്സിന്റെ മണിയറയിലെ മനസ്സിന്റെ മണിയറ, പിന്നെ മലയാളം റിവേർബ് സോങ്സ്, പിന്നെ കാട്ടിലെ കണ്ണ, അതൊക്കെ ധ്യാനുട്ടന്റെയാണ്. തമിഴ് കുത്തു സോങ്സ്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ കണ്ണേട്ടന്റെ ലാസ്റ്റ് ഒരു യൂട്യൂബ് സെർച്ചിലൊക്കെ ഉള്ളത്. പാട്ടുകളാണ് തോന്നുന്നു ഇപ്പൊ പ്രണയിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജോ? 50% ഡാറ്റ കഴിഞ്ഞു. അല്ല, അതല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരാളുടെയാണല്ലോ. കണ്ണേട്ടന്റെ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെ ഒന്നും ഇല്ല. ഫുള്ള് ജിയോക്കാരുടെ മെസ്സേജ് ഉണ്ട്. പിന്നെ 50% കഴിഞ്ഞു, 100% കഴിഞ്ഞു. പിന്നെ പേടിഎം മെസ്സേജ് ഉണ്ട്, SBI മെസ്സേജ് ഉണ്ട്, ടെലികോം, SBI മെസ്സേജ്, ജിയോ. അങ്ങനെ ആരും ടെക്സ്റ്റ് മെസ്സേജ് അയക്കണവര് അങ്ങനെ വളരെ കുറവാണെന്ന് തോന്നുന്നു. മുന്നേ നമുക്ക് അത് തന്നെയായിരുന്നു. 100 മെസ്സേജ് ഫ്രീ ഉണ്ട് ഒരു ദിവസം. ആരും അയക്കണില്ല അല്ലെ? ശരി. അപ്പൊ നമ്മൾ എന്തായാലും അയക്കില്ല. ആ ഒരു ഇതിൽ പെട്ട ആളെന്നെ ഞാനും അങ്ങനെ അയക്കാറില്ല. പിന്നെയും കണ്ണേട്ടന് എന്തെങ്കിലും അയച്ചു. ഇപ്പൊ അങ്ങനെ അയക്കണ ഒരു സിറ്റുവേഷൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കണ്ണേട്ടൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഗെയിം ഇത് ഞാൻ ഡൗൺലോഡ് ഫോൺ വാങ്ങിയ സമയത്തൊന്നും അധികം ഗെയിമൊന്നും ഡൗൺലോഡ് ചെയ്യാത്ത ഒരാളാട്ടോ. ഞാൻ അധികം ഗെയിമൊന്നും ആദ്യം കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കളിക്കാത്ത ആളാണ്. വേറെ ഫോണുള്ള സമയത്ത് ഞാൻ നല്ല ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരംസും അതേപോലെ ചെസ് കളിച്ചിട്ടുണ്ടായിരുന്നു, ബൈക്ക് റേസ് കളിച്ചിട്ടുണ്ടായിരുന്നു, കാർ ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറേ നിന്നു. ഇപ്പോൾ ധ്യാനോട്ടനായപ്പോൾ അവനോരോ ഗെയിം വേണം പറഞ്ഞിട്ട് ഈ ഫോണിൽ 2 ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാരം ഡിസ്കൂള്, പിന്നെ ഒരു ബൈക്കിൻ്റെ ഗെയിം. ആ ബൈക്കിൻ്റെ ഗെയിം ഞാൻ കളഞ്ഞു തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ക്യാരംസ് മാത്രമേ ഉള്ളൂ. ക്യാരംസ് അവന് പറഞ്ഞിട്ടാ കേറ്റിയത്, പക്ഷെ അവൻ കളിക്കണമെന്നില്ല. ഇപ്പൊ ഞാനായിട്ടാ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ണന്റെ ഗെയിം ഇതാണ്. കണ്ണന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇങ്ങോട്ട് പോരട്ടെ, തുറക്ക്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പ് ഫാമിലി, പാലപ്പുറം ന്യൂസ്, പിന്നെ വി ടുഗദർ HR കൺസൾട്ടൻസി പറഞ്ഞിട്ടൊരു ജോബിൻ്റെ ഇതായിട്ട് ഗ്രൂപ്പാട്ടോ. അതായത് വല്ല ജോലി ഒഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ആ ഗ്രൂപ്പിൽ. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ്. പിന്നെ ചിനക്കത്തൂർ പൂരം 2025 ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ചിനക്കത്തൂർ പൂരം 2024 കഴിഞ്ഞ പൂരത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നുള്ളത് പുലിയറ ഗ്രൂപ്പുണ്ട്, ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ട്. ബാക്ക് ബെഞ്ചേഴ്സ് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ചത് കേട്ടോ. ബാക്ക് ബെഞ്ചേഴ്സ് ഗ്രൂപ്പുണ്ട്, +2 ഗ്രൂപ്പാണത്.
പുലിയറ പറയണ ഇവിടുത്തെ പുലിയറ ആ നാട്ടിലത്തെ ഗ്രൂപ്പാണ്. പിന്നെ 10i ബാച്ച്, അതായത് 10ാം ക്ലാസ്സിലത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. മൊത്തം എത്ര ഗ്രൂപ്പായി? 8 ഗ്രൂപ്പ് ഉണ്ട്. നോക്കട്ടെ, 8 1 2 3 4 5 5 5 6 7 9 ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ 9 ഗ്രൂപ്പാണ് ഉള്ളത്. കണ്ണന്റെ ഫേവറേറ്റ് ഫോട്ടോ ഗാലറി, അതായത് എന്റെ ഫേവറേറ്റ് ഫോട്ടോ ഉണ്ടായിരുന്നു. അത് നോക്കട്ടെ കേട്ടോ. കാവ് പോയിട്ടൊരു ഫോട്ടോ എടുത്തല്ലേ നമ്മള്. നമ്മളാ ലക്ഷദ്വീപത്തിന് പോയിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുറച്ച് താഴെ തോന്നുന്നു. ലക്ഷദ്വീപ് ഇതിലുണ്ട്. നീണ്ട തെരച്ചിലിനൊടുവിൽ നമുക്ക് ഫോട്ടോ കിട്ടി. കാരണം ഏറ്റവും അടിയിലായിരുന്നു ഫോട്ടോ. നമ്മള് കാവിലേക്ക് പോയ സമയത്ത് മുന്നേ ലക്ഷദ്വീപത്തിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടുണ്ട്. അന്നെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഫോട്ടോ ഇതാണ് എന്റെ ഫേവറേറ്റ് ഫോട്ടോ. അടുത്ത ചോദ്യം ചോദിക്കാം. കണ്ണായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ്? വാട്സാപ്പ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത്? അത് ഇടയ്ക്കിടയ്ക്ക് നമ്മള് കുറെ നേരം അതിൽ നോക്കിയിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോൺ എടുത്ത് ആദ്യം എടുക്കുന്നത് വാട്സാപ്പാണ്. അതല്ല, ഇടയ്ക്കിടയ്ക്ക് എടുക്കണമെന്നല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ ന്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ന്യൂസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഓൺലൈൻ ന്യൂസ് വരും. എനിക്ക് അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാണാട്ടെ, ഫേസ്ബുക്ക് തന്നെ കൂടുതൽ യൂസ് ചെയ്യാം. ഞാൻ വാട്സപ്പ് എന്ന് പറഞ്ഞപ്പോൾ വാട്സപ്പ് ഇപ്പൊ ഫോൺ നമ്മൾ ആദ്യം എടുക്കണത് വാട്സപ്പ് ആയിരിക്കും. ഓപ്പൺ ആയിട്ട് നോക്കുക തന്നെയാണ്. പക്ഷെ കൂടുതൽ യൂസ് ചെയ്യണത് ഫേസ്ബുക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ ഒന്നും കൂടി അത് ചോദ്യം ക്ലിയർ ചെയ്യാൻ കാരണം, ലാസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോ അത് ഞാൻ തന്നെ ഓപ്പൺ ആക്കാണ്. ഗാലറിയാണ് കേട്ടോ. പാടത്ത് പോയിട്ടൊരു വീഡിയോ എടുത്തു. ലാസ്റ്റ് എടുത്ത വീഡിയോ അല്ല, ലാസ്റ്റ് എടുത്ത വണ്ടി കേടു വന്നു പറഞ്ഞല്ലോ ഒന്ന്. വണ്ടി കംപ്ലൈന്റ് ആയില്ല. അപ്പോൾ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടാതിരിക്കണം പറയട്ടെ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതല്ല, വണ്ടി സ്റ്റാർട്ട് ആവണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു പോകുന്നതിനോട്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് എന്താ നമുക്ക് എങ്ങനെ അതിൻ്റെ സൗണ്ട് എന്നുള്ളത് വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണിക്കാമല്ലോ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. ഇന്ന് രാവിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതാണ് ഇപ്പൊ ലാസ്റ്റ് ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണേട്ടന്റെ വാട്സപ്പ് ഡി പി ഏതായിരുന്നു? ഞാൻ തന്നെ മറന്നു. ഞാനും ചെക്കനും കൂടി ഉണ്ടാവും. ഇതാണ് കേട്ടോ, ഇതാണ് കണ്ണേട്ടന്റെ വാട്സപ്പ് ഡി പി. ഞാനും ധ്യാനത്തിനും കൂടി ഉള്ളതാണ് ഒരു ഫോട്ടോ. ഞങ്ങൾ ഇതേപോലെ ഇതിന് വ്ളോഗൊക്കെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. പാർക്കിൽ പോയിട്ട് ഡിസ്പ്ലേ പിക്ക്, വാൾപേപ്പർ ധ്യാനുട്ടൻ. ഹീറോയുടെ നമ്മുടെ വാട്സപ്പ് ഡി പി അല്ല, വാൾപേപ്പർ. പിന്നെ ഗൂഗിൾ ഹിസ്റ്ററി. അത് കാണണ്ടേ, വായിച്ചു കൊടുക്കണ്ടേ? ഫസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തത് ലാഡർ ലക്കിടി, സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തതാണ്. സിനിമ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിവുണ്ടോ. ലോട്ടറി ട്രാൻസ്ലേറ്റ് ടു മലയാളം, അതായത് നമുക്ക് അറിയാത്ത ഇംഗ്ലീഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തേക്ക് ആക്കാൻ. പിന്നെ റിലയൻസ് സ്മാർട്ട് ബസാർ ഒറ്റപ്പാലം, പുതിയൊരു സ്മാർട്ട് ബസാർ വന്നിട്ടുണ്ട് റിലയൻസ് മറ്റേ കണ്ണിയമ്പുറത്ത്. അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ലോട്ടറി ഒരു 5-6 വട്ടം ലോട്ടറി ഉണ്ട്. പിന്നെ കിഡ്സ് കട്ടിങ് ഹെയർ സ്റ്റൈൽ, ധ്യാനത്തിന് മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ സ്ക്രീനിൽ കാണിച്ചു തന്നെയാണ് കേട്ടോ. ഫോണിൽ എടുത്തിട്ടുള്ള ലാസ്റ്റ് ഫോട്ടോ നേരെ നമ്മള് വീഡിയോ നോക്കിയില്ലേ, ലാസ്റ്റ് വീഡിയോ ആണ് നോക്കിയത്. ഈ ഫോട്ടോ നമ്മളെടുത്ത ഫോട്ടോ ഇന്നെടുത്തല്ല, അത് ഇന്നലെ വൈകുന്നേരങ്ങൾ അവിടെ നടക്കാറ്. ഇന്നലെ മിഞ്ഞാന്ന് അമ്മ പോയതോ.
അതാണ് നമ്മുടെ ലാസ്റ്റ് ഫോട്ടോ. ധ്യാനുട്ടൻ യോ കാണിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ്. ഇവര് നമ്മുടെ പാടത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ട്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണേട്ടൻ അവസാനമായി ആരെ വിളിച്ചു, അല്ലെങ്കിൽ ആര് ഇങ്ങോട്ട് വിളിച്ചു എന്നായാലും കുഴപ്പമില്ല. ഫസ്റ്റ് അച്ഛൻ, പിന്നെ അമ്മ, പിന്നെ മൈ ലബ്, പിന്നെ സന്ദീപ്, പിന്നെ രാജേട്ടൻ, ഹക്കീം, രാജൻ. സ്ക്രീനിൽ കാണിച്ചതെന്ന് വെച്ചാൽ നമ്പറും കൂടിയിട്ട്, നമ്പറും ഒപ്പം ഉള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോ അത് എന്തായാലും കാണിക്കേണ്ട വെച്ചു. അപ്പൊ ഇതൊക്കെയാണ് കണ്ണന്റെ ഫോണിലുള്ളത്. ഞാൻ പോലും ആ ഫോണിൽ ഇതുവരെ ഒന്നും കൂടുതലായിട്ട് നോക്കിയിട്ടും ഇല്ല, ഇതായിട്ടില്ല. കാരണം നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് പൊന്നുന്റെ കയ്യിലുള്ള ഫോണാണ് എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാനും ഓരോന്നിനും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പൊന്നിൻ്റെ ഉള്ള. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഫോണിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഫോൺ വിളിക്കാനും പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള നമ്മൾ വേറെ ഒന്നും ഇത് ഈ ഫോണോട്ട് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഉപയോഗം കുറവാണ്. നമ്മളിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഫോണിലാണ് ഉപയോഗം കൂടുതൽ, അല്ലേ? അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് കുറെ പേര് ചെയ്ത് കണ്ടു. അപ്പൊ ഞാനും എന്തായാലും ഒന്ന് ചെയ്യാൻ വെച്ചു. എനിക്കിപ്പോ അറിയാത്തതും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും നമുക്കിതൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് കണ്ണക്ട് എക്സ്പ്രഷൻ ഒക്കെ അറിയണമെന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അതിലൊന്നും ഇല്ലാത്ത കാരണം പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതാണ് സത്യം. ഇതിപ്പോ നേരെ തിരിച്ചിപ്പോ എന്റെ ഫോണാണ് ഇതേപോലെ എടുക്കണേ, ചലഞ്ച് വീഡിയോ ആയിട്ട് എടുക്കണമെങ്കിൽ പോലും അത് ഇത് എന്താ സംഭവം എന്ന് പറയും. നമുക്ക് കൂടുതൽ നമുക്ക് ഈ വീഡിയോയിലൊക്കെ നമുക്ക് കൂടുതലൊരു എന്താ പറയുക, ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ഞാൻ ഒരിക്കലും നിന്റെ ഫോൺ ഉപയോഗിക്കാത്ത ആളായിരിക്കണം. അതായത് നിന്റെ ഫോൺ നീ മാത്രം ഉപയോഗിക്കുക, പാസ്വേഡ് എനിക്കറിയില്ല. എൻ്റെ ഫോൺ ഞാൻ മാത്രം ഉപയോഗിക്കുക, പാസ്വേഡ് നിനക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവും തോന്നുന്നു. പക്ഷെ ഇത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ട് മൊബൈലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ എന്തൊക്കെയുള്ളത് നമുക്കറിയാം. വേറൊരാളാണ് നമ്മുടെ ഫോൺ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ, നിങ്ങൾക്കും കൂടി ഞങ്ങൾ ഏത് ലെവലിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതും സെർച്ച് ചെയ്യണതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് ശരിയാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഫോണോടെ തിരഞ്ഞ് നടക്കുക കേട്ടോ. നമ്മൾ അതിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഫോണ് കണ്ടോ? എവിടെ? കാണാനില്ല, അവിടെ താഴെ നിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റാൻഡിലാ വെച്ചിട്ടില്ല, അപ്പൊ അത് കാരണം അവനെ കാണുന്നില്ല. ഇവിടെ താഴെ ഇവിടെ നിക്കുന്നുണ്ട്, കാണുന്നില്ല. അവിടെയാണ് ആളുള്ളത്. ഹീറോ, മൈ ഹീറോ. എന്തേലും ഉരിയാട്. തമ്മനേക്കുള്ള ഫോട്ടോ റെഡി ആയിട്ട് ഞങ്ങൾ തമ്മനേക്ക് വേണ്ടി പോസ്റ്റ് ചെയ്താണ് ഇപ്പൊ. അപ്പൊ ഈ ഫോട്ടോ ആണ് തമ്മനേല്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഇതുണ്ടായിരുന്നല്ലോ. അടുത്ത വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ അപ്പൊ എത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണു. ഒരു ചെറിയ ചലഞ്ച് പോലെ ചെയ്തതാണ്. നമ്മള് ചെയ്യണമെന്ന് ഞാൻ കുറച്ചായി വിചാരിക്കണു. കണ്ണേട്ടനെ അറിയണമെന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റത്തെ ഡയലോഗ്, അവന് ഇപ്പൊ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അവന് ഫോണിൽ ഗെയിം കളിക്കാൻ. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കുറച്ചൊരു 10 മിനിറ്റ് ഇട്ടോ, അധികം നേരം ഒരു 10 മിനിറ്റ് ഗെയിം കളിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് അവ ഇങ്ങനെ വേഗം ബൈ പറയാൻ തിരക്ക്. ക്ലാസ്സിക്കൊക്കെ പോകാറുണ്ട്. ഇപ്പൊ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പനിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഈ നേരത്തെ ആശ ഇവിടെ ഉള്ളത്. ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ടില്ലടാ, അന്നെ കാണുന്നില്ല, അങ്ങോട്ട് വാ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അത്രയൊക്കെ എല്ലാവർക്കും ബൈ.